Hi friends, History of Britain, Block 3, Second Unit, Anti-Clerical Movement എന്ന ഭാഗമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ബ്രിട്ടൻ ചരിത്രത്തിലെ ചരിത്ര പാഠഭാഗങ്ങൾക്കിടയിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് ആന്റി ക്ലറിക്കലിസം എന്നത്. ആന്റി ക്ലറിക്കലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ക്രിസ്തീയ സഭകളുടെ അല്ലെങ്കിൽ ചർച്ചുകളുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ മത മേധാവികളുടെയൊക്കെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾക്കെതിരെ നടത്തിയ സാധാരണക്കാരുടെ പ്രതികരണമാണ് ഒരർത്ഥത്തിൽ ആന്റി ക്ലറിക്കലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചർച്ച് സാമ്പത്തിക വിഷയത്തിൽ അവർക്ക് അർഹതയില്ലാത്ത രീതിയിൽ ഇടപെടുമ്പോൾ, സാമൂഹിക വിഷയത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അവർക്കൊരു നിലക്കും അർഹതയില്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ, അവരുടെ അതിരുകടന്ന ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരുടെ റിയാക്ഷനെയാണ് ആന്റി ക്ലറിക്കലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മതത്തെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മതമേധാവികളെ ചോദ്യം ചെയ്യുന്നു, ചർച്ചിനെ ചോദ്യം ചെയ്യുന്നു. ഈ രൂപത്തിൽ മതമേലധ്യക്ഷന്മാരെയും മതപുരോഹിതന്മാരെയും അവർ കൊണ്ടു നടക്കുന്ന സമീപനങ്ങളെയും പോളിസികളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ ബദൽ സൃഷ്ടിക്കുന്ന ഒരു പ്രവണത, ആ ഒരു മൂവ്മെന്റ്, അതാണ് ആന്റി ക്ലറിക്കലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആന്റി ക്ലറിക്കലിസം എന്ന ഈ ഒരു പ്രസ്ഥാനം അത് സാധാരണക്കാർ മാത്രം ആരംഭിച്ചൊരു പ്രസ്ഥാനമല്ല, മറിച്ച് അതിനകത്ത് താഴെത്തട്ടിലുള്ള പുരോഹിതന്മാർ കൂടി ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഇത്തരം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മതമേലധ്യക്ഷന്മാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, റിലീജിയസ് സൈറ്റ്സുകളൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്ന, അവിടെ ആക്രമണങ്ങൾ നടത്തുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ചർച്ചിന്റെ സമ്പാദ്യങ്ങളെയൊക്കെ പിടിച്ചെടുക്കുന്ന അവസ്ഥകൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ചില സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ മേലധികാരികളുടെ സമ്മതമില്ലാതെ ചർച്ചുകളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള വികാരിമാരെയൊക്കെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ആന്റി ക്ലറിക്കലിസം എന്ന മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു, അത് മതമേലധികാരികളുടെ സമീപനങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മതത്തിന്റെ നിയമങ്ങൾ. ആ മതത്തിന്റെ നിയമങ്ങളെ മതത്തിന്റെ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? അവർക്ക് അനുകൂലമായി ദുർവ്യാഖ്യാനിക്കുന്നു. അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായി ചില പുരോഹിതന്മാർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മതത്തിനെ അമിതമായി ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാര് ചർച്ചിനെതിരെ നടത്തിയ റിയാക്ഷനാണ് ആന്റി ക്ലറിക്കലിസം. ഈ ഒരു പ്രസ്ഥാനം ശക്തിപ്പെട്ടതിന്റെ ഭാഗമായി പിന്നീട് റിഫോർമേഷൻ മൂവ്മെന്റ് എന്ന പേരിലുള്ള ഒരു വലിയ പരിഷ്കരണ പ്രസ്ഥാനം യൂറോപ്പിലാകമാനം വ്യാപിക്കപ്പെടുന്നതായി നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അഥവാ ആന്റി ക്ലറിക്കലിസം ഇളക്കിവിട്ട, അവർ തുടക്കം കുറിച്ച ആ ഒരു ചിന്താ പ്രസ്ഥാനം, മതമേലധികാരികളുടെ ചൂഷണങ്ങൾക്കെതിരെയുള്ള ആ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും ഇത് മതപരിഷ്കരണ പ്രസ്ഥാനം എന്ന രൂപത്തിൽ മതം സമ്പൂർണമായും പരിഷ്കരിക്കപ്പെടണം എന്ന രീതിയിലുള്ള ഒരു റിഫോർമേഷൻ മൂവ്മെന്റ് യൂറോപ്പിലാകമാനം നടക്കാനുള്ള ഒരു കാരണമായി ആന്റി ക്ലറിക്കലിസം മാറിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കുക. ഇംഗ്ലണ്ടില് ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്, ആദ്യമായി അത്തരം ആശയങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നത് ലൊല്ലാർഡ്സ് എന്ന പേരുള്ള ജോൺ വൈക്ലിഫിന്റെ അനുയായികൾ, ലൊല്ലാർഡ്സ് എന്നാണ് ഈ അനുയായികളെ പൊതുവെ വിളിക്കപ്പെടുന്നത്.
ജോൺ വൈക്ലിഫിന്റെ, ആരാണ് ജോൺ വൈക്ലിഫ് എന്ന് നമ്മൾ തൊട്ട് താഴെ പറയുന്നുണ്ട്. ജോൺ വൈക്ലിഫിന്റെ അനുയായികളായ, അദ്ദേഹം പറഞ്ഞതനുസരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതേ നിലപാടുകൾ തുടരുന്ന ഒരു കൂട്ടം ആളുകളെ ലൊല്ലാർഡ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അവരാണ്, ഈ ലൊല്ലാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിൽ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിന്റെ ആദ്യത്തെ വക്താക്കൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജോൺ വൈക്ലിഫിന്റെ ഫോളോവേഴ്സായ ലൊല്ലാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇംഗ്ലണ്ടിൽ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു. ഇനി ഇംഗ്ലണ്ടിൽ അതിന് തുടക്കം കുറിച്ചത് ആരാണ് എന്നുകൂടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ആന്റി ക്ലറിക്കൽ എന്ന ഒരു സെന്റിമെന്റ് അത് ഇതിനു മുമ്പ് തന്നെ, ജോൺ വൈക്ലിഫിന്റെ അനുയായികൾക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ആന്റി ക്ലറിക്കലിസം ക്രിസ്ത്യൻ ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായതായി നമുക്ക് കാണാൻ പറ്റും. ഇത് ആന്റി ക്ലറിക്കലിസം എന്ന ഒരു വികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം അത് ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ആരംഭിച്ചതല്ല, മറിച്ച് ക്രിസ്ത്യൻ ചരിത്രത്തിലുടനീളം എല്ലാ കാലത്തും ആന്റി ക്ലറിക്കലിസം എന്നൊരു ചിന്താ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ അത് ശക്തിപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഈ ഒരു ചിന്താഗതി ശക്തിപ്പെട്ടിട്ടുള്ളത് റിനൈസൻസ് കഴിഞ്ഞ തൊട്ടുടനെയുള്ള പീരീഡിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. പിന്നീട് എൻലൈറ്റൻമെന്റ് പീരീഡിലൊക്കെ വോൾട്ടയറെ പോലുള്ള ഒരുപാട് സ്കോളേഴ്സ് ചർച്ചുകളിൽ നടക്കുന്ന വളരെ മോശമായ രീതിയിലുള്ള കറപ്ഷനുകൾക്കെതിരെ, അവിടെയുള്ള അഴിമതികൾക്കെതിരെ ഒരുപാട് സ്കോളേഴ്സ് ഒക്കെ ശക്തമായി ശബ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപം കൊള്ളുകയുണ്ടായി. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ആരാണ് ജോൺ വൈക്ലിഫ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ജോൺ വൈക്ലിഫ്, അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടനിലെ ആദ്യകാലത്തെ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിന്റെ ഒരു പ്രതിനിധിയാണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തിയോളജിയനാണ്, ഫിലോസഫറാണ്, റിഫോമറാണ്, മതപരിഷ്കരണവാദിയാണ്. അദ്ദേഹം ജീവിച്ച പീരീഡ് ഒന്ന് ഓർത്തു വെക്കുക, 1330 ആണ്. അതോടൊപ്പം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആയിരുന്നു ജോൺ വൈക്ലിഫ്. എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് രാജാവായ എഡ്വേർഡ് III എന്ന രാജാവ്, അദ്ദേഹം നേരത്തെ പാപ്പസിയും ക്രൗണും തമ്മിൽ നടന്ന, ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരും രാജകുടുംബവും തമ്മിൽ നടന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി, ഒത്തുതീർപ്പ് നടത്താൻ വേണ്ടി ഈ രാജാവ് പറഞ്ഞയച്ച ഡെപ്യൂട്ടേഷൻ സംഘത്തിലെ ഒരു അംഗം കൂടിയായിരുന്നു ജോൺ വൈക്ലിഫ്. അദ്ദേഹം പലപ്പോഴും ചർച്ചുകളുടെ കറപ്റ്റഡ് പോളിസികൾക്കെതിരെ, ചർച്ചുകളുടെ സിൻഫുൾ തെറ്റായ നയങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിച്ച ഒരു വ്യക്തി കൂടിയാണ് ജോൺ വൈക്ലിഫ് എന്ന് ഓർത്തു വെക്കണം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നത് ക്രിസ്തീയ മത പുരോഹിതന്മാരൊക്കെ ഒരു ദരിദ്ര ജീവിതം നയിക്കണം, സിമ്പിൾ ലിവിങ് ആയിരിക്കണം, ലളിതമായ ജീവിതമായിരിക്കണം അവർ നയിക്കേണ്ടത് എന്ന് അവർ നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ക്രിസ്തു പ്രോത്സാഹിപ്പിച്ചത് ദാരിദ്ര്യത്തിലൂന്നിയ അല്ലെങ്കിൽ ലളിതമായ ജീവിതമാണ്, സമ്പത്തിന് പിന്നാലെ നടക്കുന്ന ജീവിതശൈലി ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് മതമേധാവികളുടെ സാമ്പത്തിക നയങ്ങളെ ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ജോൺ വൈക്ലിഫ് ഇളക്കി വിട്ട ഈ ഒരു ചിന്താധാര അത് വലിയ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വലിയൊരു പ്രസ്ഥാനമായി വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലായതോടുകൂടെ മതമേലധികാരികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധവും ശക്തമായ എതിർപ്പുമാണ് ജോൺ വൈക്ലിഫിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നേരിടേണ്ടി വന്നത്. പോപ്പ് ഗ്രിഗറി 11 ഇദ്ദേഹത്തിനെതിരെ ചില പാപ്പൽ ഡോക്യുമെന്റ്സ് കൂടി അല്ലെങ്കിൽ ചില ഉത്തരവ് കൂടി പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ഉത്തരവ് പ്രകാരം പുരോഹിതന്മാര് അദ്ദേഹത്തെ ദ മാസ്റ്റർ ഓഫ് എറേഴ്സ് എന്ന പേരിൽ വിളിക്കുകയും അദ്ദേഹത്തെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ ചുമത്തി കൊടുക്കുന്നു. തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ മതമേലധികാരികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ജോൺ വൈക്ലിഫിന്റെ നിലപാടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പോളിസിയിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ തയ്യാറാകുന്നില്ല. മറിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹം സിസ്റ്റത്തെ, അല്ലെങ്കിൽ ചർച്ചിനകത്തുള്ള സിസ്റ്റങ്ങളെ നിരന്തരം അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ചർച്ചിനകത്തുണ്ടായിരുന്ന ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന ഒരു പ്രക്രിയ. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാല് ക്രിസ്തുമതത്തിനകത്ത് നടക്കുന്ന കുർബാന, വിശുദ്ധ കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങ്. ആ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെടുന്ന അപ്പങ്ങൾ, അതോടൊപ്പം മുന്തിരി വീഞ്ഞ്, ഈ അപ്പങ്ങളുടെയും മുന്തിരി വീഞ്ഞിന്റെയും ഒക്കെ പദാർത്ഥങ്ങൾക്ക്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് കൂദാശാവചനങ്ങളുടെ കാരണമായി, അവിടെ ഉച്ചരിക്കപ്പെടുന്ന കൂദാശാവചനങ്ങളുടെ കാരണമായി ഇത്തരം പദാർത്ഥങ്ങൾ യേശുവിന്റെ ശരീരത്തിനകത്തുള്ള രക്തങ്ങളുടെ പദാർത്ഥങ്ങളായി മാറുന്നുണ്ട് എന്ന രീതിയിലുള്ള ആ ഒരു മാറ്റം, ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും പദാർത്ഥങ്ങൾ മറ്റൊരു പദാർത്ഥമായി മാറുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു പ്രവർത്തനത്തിനെതിരെ അതിശക്തമായി ജോൺ വൈക്ലിഫ് എതിർക്കുന്നുണ്ട്. അതോടൊപ്പം ചർച്ചിന്റെ എല്ലാ ഉത്തരവുകളെയും അതിശക്തമായി അദ്ദേഹം ചോദ്യം ചെയ്യുന്നതായും കാണാൻ പറ്റും. ഈ രൂപത്തിൽ ചർച്ചിനെ ചോദ്യം ചെയ്യുന്നു. ചർച്ചിന്റെ മേലധ്യക്ഷന്മാരെ, അവരുടെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിലുള്ള ഓരോ പ്രശ്നങ്ങളെയും എടുത്തു കാണിച്ച് പബ്ലിക്കിൽ വെച്ച് തുറന്നു കാണിക്കുന്ന ഒരു ശൈലിയായിരുന്നു ജോൺ വൈക്ലിഫ് സ്വീകരിച്ചിരുന്നത്. അക്കാലത്ത് ബൈബിൾ ലാറ്റിനിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. കാരണം ലാറ്റിൻ എന്നത് ഏറ്റവും ഉയർന്ന ആളുകൾ മാത്രം സംസാരിച്ചിരുന്ന, വായിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു. അവർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭാഷയാണ്. ഈ ബൈബിൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അതിനെ ആ രീതിയിൽ പബ്ലിഷ് ചെയ്യാനോ പുരോഹിതന്മാർ തയ്യാറായിരുന്നില്ല. കാരണം ഈ ബൈബിൾ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലായാൽ പുരോഹിതന്മാരുടെ വില നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ 1382 അദ്ദേഹം ജോൺ വൈക്ലിഫ് ബൈബിളിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മതമേലധികാരികളെ ചോദ്യം ചെയ്യുകയും അവരുടെ ഉത്തരവിനെ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടനിലുണ്ടായ പെസൻസ് റിവോൾട്ട്, കർഷകരുടെ കലാപത്തിന്റെ പിന്നിൽ കർഷകരുടെ വികാരങ്ങളെ ഇളക്കി വിട്ടതിൽ ജോൺ വൈക്ലിഫിന് വലിയ സ്വാധീനമുണ്ട് എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ അനുയായികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെല്ലാർഡ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ച സമീപനങ്ങളെ പലപ്പോഴും ചർച്ച് എതിർത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ ചർച്ച് ബാൻ ചെയ്തിരുന്നു. അത് വായിക്കുന്നതിനെ തൊട്ടും പബ്ലിഷ് ചെയ്യുന്നതിനെ തൊട്ടും ഷെയർ ചെയ്യുന്നതിനെയൊക്കെ ചർച്ച് ഔദ്യോഗികമായി തന്നെ നിരോധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും ആരും ഷെയർ ചെയ്യരുത് എന്ന് അതിശക്തമായി തന്നെ ചർച്ച് ഉത്തരവിറക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ചർച്ചിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ജോൺ വൈക്ലിഫ് സ്വീകരിച്ച അതേ നിലപാടുകൾ പിന്നീട് മാർട്ടിൻ ലൂതർ കിങ് ജർമ്മനിയിൽ ഇതേ നയനിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ചർച്ചിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ജർമ്മനിയിലെ റിഫോർമേഷൻ മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിച്ച മാർട്ടിൻ ലൂതർ കിങ് കൂടി ചെയ്തത് യഥാർത്ഥത്തിൽ ജോൺ വൈക്ലിഫ് ചെയ്ത അതേ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് കാണാൻ പറ്റും. യൂറോപ്പിൽ നടന്ന പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് എന്ന പേരിലുള്ള മതവിരുദ്ധ പ്രസ്ഥാനം, അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിന്റെ അടിത്തറ ഇളക്കിയ ക്രിസ്തീയ മതമേധാവികളുടെ എല്ലാ അധികാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് യഥാർത്ഥത്തിൽ
ഈ ഒരു ആശയധാരയിൽ നിന്ന് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക. വൈക്ലിഫ് ചരിത്രത്തിൽ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന പേരിലാണ് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റിഫോർമേഷന്റെ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളുടെ മോർണിംഗ് സ്റ്റാർ എന്ന പേരിലാണ് ജോൺ വൈക്ലിഫ് അറിയപ്പെടുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി ലല്ലാർഡ് മൂവ്മെന്റ് എന്ന പദമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലല്ലാർഡ് എന്ന് പറഞ്ഞാൽ ജോൺ വൈക്ലിഫിന്റെ അനുയായികളെ വിളിക്കപ്പെടുന്ന പേരാണ്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഹെററ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മതത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്ന പേരിലാണ് ലല്ലാർഡ്സ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ ലല്ലാർഡ് എന്ന പദം അത് ഡിറൈവ്ഡ് ഫ്രം മിഡിൽ ഡച്ച് മീനിങ് മംബ്ലർ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിറുപിറുക്കുക എന്നൊക്കെ പറയുന്ന സ്വകാര്യം പറയുക എന്നൊക്കെ അർത്ഥമുള്ള ഒരു ഡച്ച് പദത്തിൽ നിന്നാണ് ലല്ലാർഡ് എന്ന പദം കടന്നു വന്നത് എന്ന് ഓർത്തുവെക്കുക. ആദ്യമായി ലല്ലാർഡ്സ് എന്ന ഗ്രൂപ്പിന്റെ അംഗങ്ങൾ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടത് വൈക്ലിഫിന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള കൂട്ടുകാരായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു നിക്കോളാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. പിന്നീട് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താ പ്രസ്ഥാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് പുറത്തു നിന്നും വലിയ സ്വീകാര്യത നേടുകയുണ്ടായി. ടൗൺസ് പീപ്പിളും മെർച്ചൻസും അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ലല്ലാർഡ്സ് എന്ന ആശയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പലരും ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളെ സ്വീകരിച്ച് അതിന്റെ ഭാഗമായി തുടങ്ങി എന്ന് കൂടി മനസ്സിലാക്കുക. ഇങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ലല്ലാർഡ്സ് അവർ നടത്തിയ മതമേലധികാരികളെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങളുടെ പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഇവരെ അടിച്ചമർത്താനുള്ള, ഈ ഒരു പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള ശ്രമം കൂടി പലപ്പോഴും മത മേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത്തരം പല ഉദാഹരണങ്ങളും ബ്രിട്ടൻ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ പറ്റും. ഹെൻറി ഫോറിന്റെ ഭരണകാലത്ത് ലല്ലാർഡ്സിനെ നിരന്തരം അടിച്ചമർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വില്യം സോറ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയെ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നതായിരുന്നു വില്യം സോറ എന്ന വ്യക്തിയെ ജീവനോടെ ചുട്ടുകൊല്ലുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന കാരണം എന്ന് കൂടി ഓർക്കുക. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലല്ലാർഡ്സ് മൂവ്മെന്റിന്റെ ഭാഗമായി സർ ജോൺ ഓൾകാസ്റ്റൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു പ്രക്ഷോഭത്തെ കൂടി രാജാവ് അടിച്ചമർത്തുകയുണ്ടായി. അപ്പോൾ ലല്ലാർഡ്സ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പോപ്പിന് ഭൗതികമായ അല്ലെങ്കിൽ പണം, സമ്പത്ത്, ഇവിടുത്തെ ഭൂമി തുടങ്ങിയ ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അർഹത പോപ്പിനില്ല. പോപ്പ് ഇടപെടേണ്ടത് മതപരമായ വിഷയങ്ങളിൽ മാത്രമാണ് എന്നൊരു പോളിസിയാണ് ലല്ലാർഡ്സ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരാശയം. മറ്റൊന്ന്, ചർച്ച് അമിതമായി ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, അത് നിർത്തണം എന്നതായിരുന്നു അവരുടെ മറ്റൊരു ആവശ്യം. എന്ന് മാത്രമല്ല, മതമേലധികാരികൾ സ്പിരിച്വലിസത്തിൽ നിന്ന് ഒരുപാട് അകലെ പോയിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കേണ്ടത് സ്പിരിച്വലിസവുമായിട്ടാണ്, ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടവരാണ് എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച മറ്റൊരാശയം. എന്ന് മാത്രമല്ല, ബൈബിൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാകണം എന്ന ആശയം കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോ ബൈബിൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാകണം എന്ന ആവശ്യം കൂടി അവർ ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, മതത്തെ അല്ലെങ്കിൽ ഡിവൈൻ പവറിനെ, ദൈവിക ശക്തികളെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ്, അങ്ങനെ ഉപയോഗിക്കാൻ സമ്മതിക്കരുത് എന്ന ഒരു ആശയം കൂടി അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്ന് മാത്രമല്ല, മതത്തിന്റെ കണ്ണിൽ എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്, തുല്യരാണ്. അവിടെ
പുരോഹിതന്മാർക്ക് പ്രത്യേക മേധാവിത്വം മതം കൽപ്പിക്കുന്നില്ല എന്ന ആശയം കൂടി ഇവര് മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇതാണ് ഇപ്പൊ പറഞ്ഞ 6 പോയിന്റുകളാണ് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചതോടുകൂടെ പലരും ലൊലാർഡ്സ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അവരുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില രാജഭരണകൂടങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് അത് കത്തോലിക് ചർച്ചിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ടൂളായി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ചില ഭരണാധികാരികൾ ലൊല്ലാർഡ്സിനെ ശക്തമായി തന്നെ അടിച്ചമർത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, വളരെ പ്രധാനമായും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രസ്ഥാനം ഒരിക്കലും ഒരു കൃത്യമായൊരു ഓർഗനൈസ്ഡ് പ്രസ്ഥാനം ആയിരുന്നില്ല. ഒരു കമ്മിറ്റി, അതിനൊരു ചെയർമാൻ, ആ ഒരു രൂപത്തിലുള്ള പ്രസ്ഥാനം ആയിരുന്നില്ല. മറിച്ച് ഒഫീഷ്യലി ഫൗണ്ടഡ് അല്ലാത്ത, ഒഫീഷ്യലി സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത, എന്ന് മാത്രമല്ല ഓർഗനൈസേഷനിൽ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരു തരം ഒരു ആൾക്കൂട്ട പ്രസ്ഥാനം എന്ന രീതിയിൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി ഓർക്കണം. ലൊല്ലാർഡ് മൂവ്മെന്റിന്റെ ആളുകൾ ജോൺ വൈക്ലിഫിൽ നിന്ന് നേടിയെടുത്ത ഒരു ആശയപരമായ ഊർജം ഉപയോഗിച്ചുകൊണ്ട് അവർ ശക്തിയായി മുന്നോട്ട് പോവുകയുണ്ടായി. എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെയും കത്തോലിക് ചേർച്ചിനെ തകർക്കാനുള്ള, അവരുടെ ശക്തി കുറക്കാനുള്ള ആയുധങ്ങളായി അവർ ഓരോ ടൂൾസിനെയും ഉപയോഗിക്കുകയുണ്ടായി എന്ന് കൂടി മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, കത്തോലിക് ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളെയും അവർ വിമർശിച്ചു കൊണ്ടേയിരുന്നു. ഈ ഒരു വിമർശനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിന്റെ പിന്നിലുള്ള കാരണമായി വർത്തിച്ചു. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ നടന്ന റിഫോമുകളുടെ, പരിഷ്കാരങ്ങളുടെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അടക്കമുള്ള, കൺഫെഷൻ അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ വിഷയങ്ങളില് ലൊല്ലാർഡ്സ് ഉയർത്തിയ നയങ്ങളും നിലപാടുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരും അതേ നയങ്ങൾ സ്വീകരിച്ച് ഇവരുടെ പോളിസി സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ നാടുകളിലെ മതമേലധികാരികളെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ലൊല്ലാർഡ്സ് മൂവ്മെന്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതേ ആശയം പ്രചരിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന് ജോൺ വൈക്ലിഫ് അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.